ഹന്ന വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തക്കാളി മോരൊഴിച്ച് വെച്ചിട്ടുള്ളൊരു കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു മൺചട്ടിയിൽ തക്കാളി ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിന് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിക്കണം. നമ്മൾ തക്കാളി വേകുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ജീരകം, 3-4 അല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നമ്മൾ നല്ലപോലെ അരച്ചെടുക്കണം. വെണ്ണ പോലെ അരയണം. എന്നിട്ട് ഈ വെന്ത തക്കാളിയിലേക്ക് നമ്മൾ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഈ അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തൈരും കൂടെ അടിച്ചെടുക്കണം. ആ തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിന് നല്ലത്. ആ തൈര് അടിച്ചത് ഈ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിക്കണം. തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊന്ന് ചൂടായാൽ മതി, തിളയ്ക്കരുത്. എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം. ഈ സമയത്ത് പാകത്തിന് ഉപ്പില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ചട്ടി വാങ്ങി വെക്കണം, അല്ലെങ്കിൽ ആ സ്റ്റൗവിൻ്റെ ചൂടും കൊണ്ട് തിളയ്ക്കും. വാങ്ങി വെച്ചിട്ടൊന്ന് 1 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും കടുകും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കണം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ചുവന്ന ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ. അതൊന്നൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഒരു തുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട്. നമുക്ക് മഞ്ഞ കറിയല്ലേ, അതൊന്ന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുന്നു. പഴുത്ത തക്കാളിയുടെ ആ ഒരു ടേസ്റ്റും അധികം പുളിക്കാത്ത തൈരിൻ്റെ ഒരു ടേസ്റ്റും കൂടെ നല്ല രുചിയാണ് ഈ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.